നമസ്കാരം. നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ നല്ല നാടിൽ നമ്മൾ പറയുന്ന വിഷയങ്ങൾ ഓരോ പ്രാവശ്യവും മാറിക്കൊണ്ടിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം വരകൾ, തലവരയല്ല, നമുക്ക് ഈ വരകൾ മാറ്റി വരകളിൽ ചരിത്രം സൃഷ്ടിക്കുക, വരകൾ കൊണ്ട് നമ്മുടെ ഭാവനയെ ഉണർത്തുന്ന കലാരൂപങ്ങൾ, കലകൾ ഇപ്പോൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ കുട്ടികൾക്ക് പ്രചോദനമായി താൻ പഠിച്ച വരകൾ, നമ്മൾ കണ്ടിട്ടുള്ള കാർട്ടൂണുകളും നമ്മൾ കണ്ടിട്ടുള്ള അമർ ചിത്രകഥകളിലുമൊക്കെ അതിലെ നായകനായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ 15 വർഷമായി ബാലരമ എന്ന വലിയ മാസിക, കുട്ടികൾക്ക് പ്രിയങ്കരമായ ബാലരമ എന്ന മാസികയിൽ അമർ ചിത്രകഥയുടെ വരകാരനാണ്. അയാൾ തന്നെ ആയിരിക്കണമല്ലോ അതിലെ നായകനും. ഇങ്ങനെയുള്ള വരകളിലൂടെയാണ് കഥകൾ പറയുന്നത്, വരകളിലൂടെയാണ് ഭാവങ്ങൾ വിരിയുന്നത്, സങ്കല്പത്തിലാണ് അദ്ദേഹം ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരാളുടെ അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്താണ് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത്. നമസ്കാരം, ശ്രീ മനു പ്രതാപ്, സ്വാഗതം. ഇപ്പോ ഇത്തരം വരകൾ, ഇത് അങ്ങനെ ഓരോ ക്യാരക്ടർ ഉണ്ടാക്കുകയാണ്. ഇതിലെ കഥ ആരാണ് ഉണ്ടാക്കുന്നത്? അമർ ചിത്രകഥകളിൽ അമർ ചിത്രകഥകളുടെ സ്ക്രിപ്റ്റ് അവിടുത്തെ എഡിറ്റേഴ്സ് തന്നെയാണ് നമുക്ക് തരുന്നത്. ആ എഡിറ്റേഴ്സ് അവരാണ് ഡിസൈഡ് ചെയ്ത് ഇന്ന കഥകൾ വേണം, ഇന്ന കഥകൾ വേണം എന്നുള്ള രീതിയിൽ ഓരോ മാസം അവരാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാനുള്ള നിയമമില്ല. അവർ തരുന്ന സ്ക്രിപ്റ്റ് നമ്മൾ ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു ബുക്കായിട്ടാണ് തരുന്നത്. ആ ബുക്കായിട്ട് തരുന്നത് 32 പേജിൻ്റെ ഒരു ബുക്കാണ് നമുക്ക് തരുന്നത്. ആ 32 പേജിൻ്റെ ബുക്ക് നമ്മൾ കംപ്ലീറ്റ് നമ്മളിരുന്ന് ഡ്രോ ചെയ്ത്, പെൻസിൽ ഡ്രോ ചെയ്ത്, അതിന് ശേഷം പിന്നെ അത് ഫസ്റ്റ് അതിൻ്റെ സൈസ് എടുക്കണം. പിന്നെ സൈസ് എടുത്തതിന് ശേഷം പിന്നെ അത് പെൻസിൽ ഡ്രോ ചെയ്യണം. പെൻസിൽ ഡ്രോ ചെയ്തിട്ട് പിന്നെ ഇങ്ക് ചെയ്യണം. അങ്ങനെ ഒരു 3-4-5 ഘട്ടങ്ങളായിട്ടാണ് ഈ സംഭവം ചെയ്തു തീർക്കുന്നത്. എത്ര വർഷമായി മനു പ്രതാപ് ഈ വരകളുടെ ലോകത്തേക്ക് വന്നു ചേർന്നിട്ട്? വരകളുടെ ലോകത്തേക്ക് വന്നിട്ട് ഞാനിപ്പോൾ കേവലം ഒരു 17 വയസ്സ് ഉള്ള സമയം, 17-18 വയസ്സുള്ള സമയം മുതൽ ഞാൻ ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അത് കൂടുതലും ഞാൻ ചെയ്തിരിക്കുന്ന മലയാള മനോരമയുടെ ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ മലയാള മനോരമയ്ക്ക് വേണ്ടി ചെയ്യുന്ന അന്ന് ഞാൻ ചെയ്തിരുന്ന സാധനങ്ങൾ, അതായത് അവിടുത്തെ രീതികൾ, അന്നത്തെ രീതികൾ അനുസരിച്ച് അവിടെ ചെറുകഥകളും മിനിക്കഥകളും വരച്ചാണ് നോവലിലേക്ക് തുടക്കമിടുന്നത്. എവിടെയായിരുന്നു ഈ വരയുടെ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയത്? ഞാൻ പാലാ കൈരളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്, പ്രൊഫസറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത്. അതുകൂടാതെ തന്നെ ഞാൻ അതിന് ഡിപ്ലോമ എടുക്കാൻ മറ്റ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് അതുപോലുള്ള ഇതിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്ന് BFA ഇല്ല, BFAയുടെ ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡിപ്ലോമ ഉണ്ട്, നമ്മൾ ഡ്രോയിങ്ങിന് ഡിപ്ലോമ നമുക്കുണ്ട്, ഫൈൻ ആർട്സ് ഡിപ്ലോമയുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പഠിച്ചിരുന്ന ആ സമയം മുതൽ ഞങ്ങൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അന്ന് സ്കൂളുകളിലാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് വേക്കൻസി അന്ന്. കാരണം വെച്ചാൽ സ്കൂളിൽ ഡ്രോയിങ് പഠിപ്പിക്കുന്ന ആ ഒരു പ്രൊഫഷനിലേക്കാണ് അന്ന് ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അന്ന് നമുക്ക് അത് കിട്ടാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തോ നമ്മുടെ അതെ, കറക്റ്റ്, സാറ് പറഞ്ഞ വളരെ കറക്റ്റ്. ഈ തലവര കറക്റ്റ് ആകാനായിരിക്കാം ആ സമയം. അന്ന് നയനാർ സർക്കാരായിരുന്നു. ആ സമയത്ത് അവർ ഡ്രോയിങ്, ഡ്രില്ല്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റുകൾ അനാവശ്യമാണെന്ന് പറഞ്ഞ് അവർ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് അത് എടുത്തു കളഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നീട് നമ്മൾ ഡ്രോയിങ് പഠിച്ച് ഫൈൻ ആർട്സിൽ ഡിഗ്രി എടുത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു നിന്ന സമയത്താണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന അവർ അഡ്വർടൈസിംഗ് രംഗത്തേക്കും പല കാര്യങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. കാരണം സ്കൂളിൽ വേക്കൻസി ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പബ്ലിക്കേഷൻ രംഗത്തേക്കും കടന്നു. ആ പബ്ലിക്കേഷൻ രംഗത്തിൽ ഫസ്റ്റ് ഞാൻ വരയ്ക്കുന്നത് മലയാള മനോരമയ്ക്ക് വേണ്ടി, അതായത് ഏനാത്ത് മാത്യു സൈമൺ എഴുതിയ പകൽ കിനാവ് പോലെ എന്ന് പറയുന്ന ഒരു ചെറുകഥയ്ക്ക് വേണ്ടിയാണ്. അത് വാഷ് ഡ്രോയിങ് ആണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ചെയ്യുന്നത്. ആ മിനിക്കഥകൾ ചെയ്തു, ഇഷ്ടംപോലെ മിനിക്കഥകൾ ചെയ്തു. ഞാൻ ചെയ്തു. അങ്ങനെ വന്ന്
അവിടുത്തെ രീതികൾ അനുസരിച്ച് ആദ്യം മിനിക്കഥകൾ, പിന്നെ ചെറുകഥകൾ, അതിനുശേഷം പിന്നെ നോവല്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ ഞാൻ മറ്റ് പെയിന്റിങ്ങുകൾ. ഇപ്പൊ ഇതല്ലാതെ നമ്മളെ മറ്റ് പെയിന്റിങ്ങുകൾ, നമ്മൾ അതായത് വേറെ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാരിക്കേച്ചറോ അല്ലെങ്കിൽ പോർട്രേറ്റുകളോ അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? പോർട്രേറ്റുകൾ, ഒരുപാട് പോർട്രേറ്റുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ജോർജ് ചെറിയാൻ ജേക്കാപ്പൻ സ്റ്റേഡിയം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ചെറിയാൻ ജേക്കാപ്പന്റെ പോർട്രേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അനേകം പോർട്രേറ്റുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് തന്നെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ അമർചിത്രകഥ അല്ലെങ്കിൽ കാരിക്കേച്ചർ, കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള വരകൾ, കഥയ്ക്ക് വേണ്ടിയുള്ള ഇലസ്ട്രേഷൻ, അതായത് സ്റ്റോറി ഇലസ്ട്രേഷൻ. എന്റെ ഒരു എന്തായാലും ഹൃദയസ്പന്ദനം പോലെ എന്ന് വേണേൽ പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനോട് ഭയങ്കര ഒരു അല്ല, നിങ്ങൾ ശരിക്കും ഈ ഒരു സിനിമാ സംവിധായകനെ പോലെയാണ്. കാരണം നിങ്ങൾ കാണുമ്പോൾ അവിടെ ഇന്ന മൃഗം അല്ലെങ്കിൽ ആ ക്യാരക്ടർ കാട്ടിലൂടെ നടന്നു വരുന്നു എന്നുള്ളത്, ക്യാരക്ടർ, ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം നമ്മളൊരു ക്യാമറ ഉണ്ടാച്ചാൽ നമുക്ക് ഒറ്റയടി കിട്ടും. ഇത് മുഴുവൻ നിങ്ങളുടെ സങ്കല്പങ്ങളിൽ ഉണ്ടാവണം. അതിനുള്ള ആനിമേഷൻ അല്ലേ? എന്ന് വെച്ചാൽ നമ്മളെ വര കൊണ്ടുള്ള എല്ലാ ആനിമേഷൻ നിങ്ങളോട് ചെയ്തേ പറ്റൂ. അപ്പൊ അതിലൊരു വലിയ കാര്യമാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരാളെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇത് ആരാണ് വരച്ചത്? ഇപ്പൊ ഈ ഞങ്ങളെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു വരയായിരുന്നു. ഈ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ വരുമ്പോൾ തച്ചോളി അവരുടെ വടക്കമ്പാട്ടിലെ ആൾക്കാർ വാളൊക്കെ പിടിച്ചിങ്ങനെ ചാടുമ്പോൾ മാലകളൊക്കെ ഇങ്ങനെ, ഈ മാല ഇങ്ങനെ തുടിച്ചിങ്ങനെ നിൽക്കും. അതൊക്കെ കാണുമ്പോൾ എന്തൊരു ജീവനാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് ഇവിടെ കണ്ടത് കൊണ്ട് മാത്രം ഞങ്ങൾക്കാവില്ല. നിങ്ങൾ എങ്ങനെയാ വരയ്ക്കുന്നത് ഞങ്ങൾ അറിയണ്ടേ? ഇതല്ലാതെ ഒരു പടം തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് ഞാൻ അനിമൽസിന്റെ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിസർച്ച് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസ് എന്നല്ല, എന്ത് സാധനത്തിനും നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒബ്സർവേഷൻ മാത്രമാണ്. ഞാൻ പഠിച്ചിരിക്കുന്ന ഏക കാര്യം അതിനാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കുന്ന ഏക കാര്യം അതിനാണ്. ഒബ്സർവേഷൻ മാത്രമാണ്. നമ്മുടെ നിരീക്ഷണത്തിനാണ് നമ്മൾ ഓരോ ചലനങ്ങളും, എങ്ങനെയാണ് മനുഷ്യർ നടക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരുടെ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ പശുവിനെ പോലല്ല പട്ടിയിരിക്കുന്നത്, പട്ടിയെ പോലെയല്ല പൂച്ചയിരിക്കുന്നത്, ഈ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഒബ്സർവേഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒബ്സർവേഷനിലാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കുന്ന കാര്യം അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒബ്സർവേഷൻ കൊണ്ട് മാത്രമാണ് ഇത്രയും വർഷങ്ങൾ എനിക്ക് ഈ സാധനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വരയ്ക്കുന്നൊരു ക്യാരക്ടർ കാണുക. അതെ, നീ എന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ പറയുന്ന സംഭവമാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലേ? ഇതിപ്പം പേടിച്ച് ഓടുകയാണെങ്കിലോ? പേടിച്ചോടുവാണെങ്കിൽ ഇപ്പം ബോഡി എങ്ങനെ മാറ്റും? ഈ ബോഡി മാറ്റുന്നത് ബോഡി മാത്രം മാറ്റിക്കൊണ്ട് കാര്യമായില്ല, എക്സ്പ്രഷന് ഏറ്റവും പ്രാധാന്യമുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മൾ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ആ ചിരിച്ചോണ്ട് നിൽക്കുന്ന നമുക്ക് കൂടെ അറിയാമല്ലോ. ഭാവത്തിന് മാറ്റം വന്നു കഴിഞ്ഞു. ഇപ്പൊ ഭാവത്തിന് മാറ്റം വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് എക്സ്പ്രഷൻ നമ്മളെ ഓരോ ഓടുന്ന ഒരു രീതിയിലേക്ക് മാറ്റുവാണെങ്കിൽ, ഓടുന്ന രീതിയിലേക്ക് ആക്കണമെങ്കിൽ ചില ചലനങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചലനം കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഓടുന്ന ഒരു എഫക്ട് വരും. അപ്പൊ കാർട്ടൂണിനെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരാളെ എടുത്തു ചാടുന്ന ഒരു സംഭവം കാണിക്കണേ തന്നെ നമുക്കൊരു എടുത്തു ചാടുന്ന അതെ
ഇത് ഒരു ഭിത്തിയായിട്ട് നമ്മൾ നോക്കുന്നു. അത് മാത്രം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, വേറൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഇയാളിങ്ങനെ പൊങ്ങുന്നു. ഇങ്ങനെ ഓടുന്ന ഒരു രംഗം. അപ്പൊ നമുക്ക് ചില ടെക്നിക്കുകളുണ്ട്. കണ്ടോ, ഇത് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ചാടുന്ന ഒരു എക്സ്പ്രഷൻ. അപ്പൊ ഇവിടുന്ന് നമ്മൾ ചാടുന്ന ആ ഒരു സീൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ചാടുവാണ്. അപ്പൊ ഈ ആക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ ബുക്ക് ഇറക്കാനുള്ള ഉദ്ദേശമുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ചില കുട്ടികൾക്ക് വളരെ, അതായത് ഈ കാർട്ടൂണിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാർട്ടൂൺ ചിത്രങ്ങളെ ഉണ്ട്. മറ്റ് ഒരിടത്ത് ലോകത്ത് തന്നെ ഒരിടത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ ഈ സിനിമയിലൊക്കെ പറയുകയാണ് സ്പെഷ്യൽ എഫക്ട്സ്. അതെ, സ്പെഷ്യൽ എഫക്ട്സ്, തീർച്ചയായിട്ടും സ്പെഷ്യൽ എഫക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആ ക്യാരക്ടറിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് ഈ വരകൾ കൊണ്ട് വരച്ചാൽ മാത്രം പോരാ, വരയ്ക്ക് ഭാവം. അതാണ് ഇതിന്റെ കാരിക്കേച്ചറിന്റെ അതല്ലെങ്കിൽ സ്റ്റോറി ഇല്ലസ്ട്രേഷൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ഇവിടെയൊക്കെയാണ് അല്ലെ. ഇത് ഭാവന എവിടെയാണ് പോകേണ്ടത്, അതാണ് ഏതാണ് നമ്മുടെ തലം, ഏതാണ് ബേസ്, എന്തൊക്കെയാണ് വികാരങ്ങൾ, അതിനെങ്ങനെ സ്പെഷ്യൽ എഫക്ട്സ് കൊടുക്കാം, ഇതെല്ലാം എക്സ്പ്രഷൻ വേണം. ആ എക്സ്പ്രഷനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ആക്ഷൻസ്. ഇപ്പം സാർ തന്നെ ചെറുപ്പത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും ചില ഈ മായാവി എന്നുള്ള ചില അതിന് പടാർ എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങൾ. അതൊക്കെ അവര് ആ പടാർന്ന് വെക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വന്ന് ഇങ്ങനെ പലക ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു സ്വരമാണ്. ആ വീഴുമ്പം പടവാർന്ന് പറഞ്ഞ ഇങ്ങനെ ഭയങ്കര ഒരു സ്വരം അങ്ങനെ കാണിക്കും. സാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും പറയാൻ. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ വെറുതെ ഇങ്ങനെ ഒരു സംഭവം വരച്ചു വെച്ച് കഴിഞ്ഞാൽ സാധനം ചാടുന്നതായിട്ട് കാണിക്കുക. ഇപ്പൊ ടോംസിന്റെ ബോവനമോളി വായിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് മുഴുവൻ അതിലും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലോകത്തായിരുന്നു തന്നെ ഈ ആക്ഷൻസ് എന്റെ മനസ്സിലുള്ള ഐഡിയ ആണ്. അത് ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബുക്ക് ഇറക്കണം വളരെ ആഗ്രഹമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് തന്നെ ഇത് വളരെ ആവശ്യമുള്ള, കാരണം സ്റ്റുഡൻസിനെ സംബന്ധിച്ച് സ്റ്റുഡൻസ് അറിയേണ്ട ഒരു സംഭവമാണ്. കാർട്ടൂൺ പഠിക്കുന്ന ഏത് സ്റ്റുഡന്റ് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. ചുമ്മാ ഒരു ഇത് വരച്ചു കഴിഞ്ഞാൽ കാര്യമില്ല. ഈ ബാലരമേലില് 10-15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതെ, നമ്മള് ബാലരമേലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഒരു ജീവിച്ചു പോകാനുള്ള എല്ലാ പണവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവുമോ സാറേ? അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 15 വർഷമായിട്ട്, 15 വർഷം 10-20 വർഷങ്ങളായി. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ വളരെ ചെറുപ്പത്തിൽ ഞാനിവിടെ മനോരമയ്ക്ക് വേണ്ടി വരച്ച ആളാണ്. മനോരമയ്ക്ക് വേണ്ടി ആദ്യം മനോരമ ആഴ്ച പതിപ്പിൽ അതിനകത്ത് മാത്യു സൈമൺ എഴുതിയ പകൽക്കിനാവ് പോലെ എന്ന് പറയുന്ന ഒരു ചെറുകഥയോട് തുടങ്ങിയതാണ് ഞാൻ. ആ ചെറുകഥകൾ വരച്ച്, അതുപോലെ തന്നെ മിനിക്കഥകൾ വരച്ചു, അനേകം മിനിക്കഥ. അതിനുശേഷമാണ് ബാലരമ എന്ന് പറയുന്ന MM പബ്ലിക്കേഷനിലേക്ക് വന്നത്. അത് വന്ന് ഇപ്പം നിലവിൽ ഒരു വർഷങ്ങളായിട്ട് ബാലരമയുടെ ആർട്ടിസ്റ്റായിട്ടും, ഫസ്റ്റ് ഞാൻ കളിക്കുടുക്കയുടെ 4 വർഷത്തോളം കളിക്കുടുക്കയുടെ ആർട്ടിസ്റ്റായിട്ടിരുന്നു. 3-4 വർഷത്തോളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതെ 3-4 വർഷത്തോളം ഞാൻ കളിക്കുടുക്കയുടെ ആർട്ടിസ്റ്റായിട്ട് അവിടെ ഇരുന്ന് തന്നെ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം പിന്നെ കോൺട്രാക്ട് ബേസായി. കോൺട്രാക്ട് ബേസിൽ ചെയ്ത്, അപ്പൊ അത് ചോദ്യങ്ങൾ എന്താണെന്ന ആ ചോദ്യങ്ങളും പറച്ചിലൊന്നുമില്ല. അവർ പറയുന്നത് എന്താണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് പറയുന്ന വാക്കിനെ നമ്മൾ മാനിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് ചോദ്യമൊന്നുമില്ല, ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇത്രയും വർഷങ്ങളായി നമ്മൾ ചെയ്യാൻ. ഇപ്പോഴും അമർചിത്രകഥയ്ക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓൾറെഡി ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അമർചിത്രകഥ എത്ര പേജാണ്? 32 പേജാണ് അമർചിത്ര. 32 പേജ് എത്ര ദിവസം കൊണ്ട് വരച്ചു തീർക്കും ഏകദേശം? ഒരു ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ ഇതിലിപ്പം നമ്മള് ഫുൾ ടൈം നമ്മൾ ഇതിനു വേണ്ടി തന്നെ നമ്മൾ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമുക്കൊരു 4-5 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എനിക്കത് സാധിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാറിനോട് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് കിട്ടുന്ന ഈ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായൊരു പേയ്മെന്റ് ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഒരു കലാകാരന് അവർ ചെയ്യുന്ന അതിന് മൂല്യം, പുതിയൊരു ഇത് വെച്ചിട്ട്, പുതിയ നമ്മുടെ കാലഘട്ടം വെച്ചിട്ട് കിട്ടേണ്ട പൈസ, ആ പൈസ കിട്ടാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാർക്ക് പിന്നെ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും. അവരിത് ഇത്തരം ചിന്തകളിൽ നിന്ന് മാറി, ഒന്നാമതേ ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം, ഇതുപോലുള്ള വരകൾ സ്നേഹിക്കുന്ന, വരകൾ തൊഴിലാക്കി മാറ്റുന്നവരുടെ എണ്ണം കുറയുകയാണ്. കാരണം കമ്പ്യൂട്ടറിന്റെ ആദ്യപ്രസരവും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന എളുപ്പത്തിലുള്ള പ്രവൃത്തിയും എല്ലാം ഒരു പരിധി വരെ. അതെ, നിങ്ങളുടെ ഒത്തിരി പെയിന്റർമാരെ, ഒത്തിരി വാൾ പെയിന്റിങ്ങുകാർ, അവരൊക്കെ തന്നെ അസ്തമിച്ചു പോയി, എല്ലാം ഫ്ലെക്സിന് വഴിമാറി കൊടുത്തു. അപ്പൊ അതുപോലെ ഇത് മാറ്റാനാവില്ല. കാരണം ഇതിലെ വികാരങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അതെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. അതിനപ്പുറം നമുക്ക് മറ്റ് ചില ക്യാരക്ടേഴ്സ് അങ്ങേക്ക് ഇഷ്ടമുള്ള 1-2 ക്യാരക്ടേഴ്സിനെ ഒന്ന് സ്പീഡ് വരയ്ക്കണം, ചെയ്യാൻ സാധിക്കും. ഞാൻ മനോരമയിൽ വരുന്നതിന് മുമ്പ് ബോബനമോളി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ചെയ്തിരുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇങ്ങനൊരു ക്യാരക്ടർ ഭുവൻമോളിക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഏത് ക്യാരക്ടറാണെന്ന് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ടൂസ് ആണ്. ഭുവൻമോളിൽ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. നമ്മൾ കുറച്ച് ആളുകൾ കുറച്ച് ആളുകൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ക്യാരക്ടറിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷേപ്പിന് മാറ്റം വരുന്നുണ്ട്. കാണിച്ചു തരാം. ഈ നമ്മളിപ്പം വരയ്ക്കുന്ന ഇത് നമ്മൾ ഒരിക്കലും ഷേപ്പ് മാറുകയില്ല. നമ്മൾ ഒരു ക്യാരക്ടർ അതെ അതെ എങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ്പ്രഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പൊ ചിരിക്കുന്നതായിട്ട് പിന്നെ ഇതിനെ നമ്മൾ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. സ്ക്രിപ്റ്റിന്റെ എങ്ങനെ വരുന്നു അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറയാൻ മണ്ടനായ ഒരു വേലക്കാരനാണ്. മണ്ടനായ ഒരു വേലക്കാരനെ ഉദ്ദേശിച്ചാണ് ഈ ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുതലാളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇയാളോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇയാള് മണ്ടത്തരം മാത്രമേ കാണിക്കുള്ളൂ. അതാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ അകത്ത് ഇതെല്ലാം സഹിക്കുന്ന ഒരു മുതലാളി ഇതാണ്. മുതലാളിയുണ്ട്, കൊച്ചമ്മയുണ്ട്. ഈ കൊച്ചമ്മ മുതലാളിയാണ് ഇതിന്റെ പ്രധാന സംഭവങ്ങൾ. അപ്പം ഒരിക്കലൊരു എണ്ണ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എണ്ണ മേടിച്ചുകൊണ്ട് പുള്ളി കാലിക്കുപ്പിയും കൊണ്ട് തിരിച്ചു വന്നു. കാലിക്കുപ്പിയും കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് അപ്പം ഇവർ ചൂടായിട്ട് പറഞ്ഞു രണ്ടാമത് എണ്ണ മേടിച്ചോണ്ട് വന്നു. എണ്ണ മേടിച്ചോണ്ട് പറഞ്ഞു ഇത് എന്ത് കാണിച്ചപ്പോഴാണ് നിനക്ക് എണ്ണ ഇങ്ങനെ പോയത്? എണ്ണ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ സമയം ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് കൊണ്ടുവന്ന എണ്ണയും പുള്ളി നിലത്തേക്ക് വെച്ചു. സമയം നോക്കാൻ വാച്ച് തിരിച്ചു കഴിഞ്ഞപ്പം രണ്ടാമത് കൊണ്ടുവന്ന എണ്ണ താഴേക്ക് പോയി. അപ്പൊ അത്തരം മണ്ടത്തരങ്ങളുടെ ഒരാളാണ് ഈ മണ്ടൂസ് എന്ന് പറയുന്ന കാര്യം. എന്തെങ്കിലും അവാർഡുകൾ, അംഗീകാരങ്ങൾ ഒക്കെ ഈ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഈ മേഖലയിൽ നിന്നുള്ള അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അർഹതയ്ക്കല്ല അംഗീകാരം കിട്ടുന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ. കാരണം അർഹതയ്ക്കൊക്കെ അംഗീകാരം കിട്ടുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് അംഗീകാരം കിട്ടിയേനെ. സ്കൂൾ തലത്തിൽ എനിക്ക് ഒരുപാട് സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് അത് ടീച്ചേഴ്സിന്റെ അനുമോദനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മെഡലുകളും കാര്യങ്ങളും എല്ലാം സ്കൂളിലത്തെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല. എല്ലാം വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ അലമാരിയിൽ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർട്ടൂൺ അക്കാദമിയിൽ മെമ്പേഴ്സിന് ഒക്കെയാണ് അവർ അംഗീകാരം കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് അർഹതയ്ക്കല്ല ഇവിടെ അംഗീകാരം കൊടുക്കുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ് ശരിക്കും പറയാൻ എനിക്ക് പറയാനുള്ളത്. ഫാമിലി, കുട്ടികൾ, എനിക്ക് എൻ്റെ മൂത്ത മകന് LKG പഠിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ കുട്ടി 1 വയസ്സ് കഴിഞ്ഞു. കലാകാരിയാണോ? ഭാര്യ കലാകാരിയല്ല, ഭാര്യ നേഴ്സിംഗിന്റെ പ്രൊഫഷനാണ്. അതെ, നേഴ്സിന്റെ പ്രൊഫഷനിലാണ്. GNM ജനറൽ നേഴ്സിംഗ് ആണ്. ജനറൽ നേഴ്സിംഗ് കേരളത്തിലുണ്ട്. അതെ, ഇപ്പോൾ കേരളത്തിലുണ്ട്. നേരത്തെ കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തിരിച്ചു പോന്നു. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് അല്ലെ അനുഭവങ്ങൾ. എന്തെങ്കിലും ഒരു സ്വപ്നമുണ്ടോ ഇങ്ങനെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഇതിൽ നിന്നുള്ള ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു പ്രൊഫഷനായിരുന്നു എനിക്ക് എന്നും താല്പര്യം. ആ പ്രൊഫഷനിൽ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ത്യാഗങ്ങൾ ഉണ്ടായിട്ടും ഇത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടും ഞാൻ ഈ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്.
അതിൽ മറ്റൊരു ജോബ് നോക്കുക, അല്ലെ മറ്റൊരു ഇതിലേക്ക് ഒരു വേറെന്തെങ്കിലും ഒരു സെക്ഷനിലേക്ക് വേണേൽ തിരിയാം. ഇപ്പോൾ ഇഷ്ടം പോലെ ഇപ്പം എന്നാ പ്യൂണായിട്ടോ അല്ലെ വേറെ ഏതെങ്കിലും സെക്ഷനിൽ. പക്ഷേ എനിക്ക് ഈ പ്രൊഫഷൻ കൈവിടിയാൻ സാധിക്കുന്നില്ല. കാരണം എന്തോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കവിത എഴുതുക, ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറയാൻ ഒരു ഈശ്വരന്റെ അനുഗ്രഹമെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ ചെറുപ്പത്തിൽ എന്റെ അമ്മയൊക്കെ ഏതായാലും മോശമല്ലാതെ അങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങയുടെ വരകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതെ, നമുക്ക് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കുന്ന പുതിയ തലമുറ ഈ വരകളെ എങ്ങനെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ തന്നെ സ്റ്റുഡൻസ് ആണ് അല്ലെ? അതെ. അവരെങ്ങനെയാണ് നിങ്ങളുടെ ശിക്ഷണത്തിൽ വരകാരാകുന്ന അവരുടെ വേറെ എക്സ്പീരിയൻസിലേക്ക് ഒന്ന് ചോദിച്ചാലോ? അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ എനിക്ക് വളരെ നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ഓരോ ദിവസം ഒരു ക്ലാസ് അവർ നഷ്ടപ്പെടുത്താതെ എല്ലാ ക്ലാസ്സുകളിലും അവർ വന്ന് അത് അറ്റൻഡ് ചെയ്ത് അവർക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്ത വെച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് മനുപ്രതാപിന്റെ കുട്ടികളുമായി ചേർന്ന് വരകളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇതിലിപ്പം ഈ മനുപ്രതാപിന്റെ വരകളുടെ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഈ വരകളുടെ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞപ്പോൾ അതിൻ്റെ സാധ്യതകളുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സാധ്യതകൾ കുറവല്ല, കൂടുതലാണ്. കാരണം ഇതൊരു എന്താ പറയുന്നത്, ഒന്നിലേക്ക് വലിയതിലേക്ക് എത്താനുള്ള ഒരു ചെറിയ വഴിയാണിത്. അതിൻ്റെ അടിസ്ഥാനമാണ് ഇവിടെ മനുപ്രതാപ് പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ഇരുന്നാണ് അതിൻ്റെ ഒരു ഇതാണ് കാണുന്നതല്ല. സുന്ദരി കുട്ടികൾ, സുന്ദരന്മാർ ഒക്കെ ഇങ്ങനെ വന്നിരുന്ന് വരയ്ക്കുന്നു. അവർ വരയ്ക്കാനുള്ള താല്പര്യം കാണിക്കുന്നതിനൊരു കാരണം അവർ ഈ മോളെ ചോദിക്കട്ടെ, ഇവരോട് ചോദിക്കാം, ഇതിനോട് താല്പര്യം തോന്നുന്നു മോളോട് നീ വരക്കടി എന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറഞ്ഞിട്ടാണോ? പിന്നെ എന്റെ ഇഷ്ടത്തിന് താല്പര്യം ആണോ? താല്പര്യം നല്ല നല്ല ക്ലാസ് ആണോ ഇവിടെ? മോക്ക് എന്നാ ആദ്യം ഈ വരയുണ്ടോ, എനിക്ക് വരയ്ക്കാൻ പറ്റും തോന്നിയെന്നോ? സ്കൂളില് ടീച്ചേഴ്സ് അവധിയൊക്കെ ഉള്ള സമയത്ത് വരച്ചു നോക്കി. അപ്പൊ അങ്ങനെ വരച്ചെന്ന് എന്തുതരം വരയായിരുന്നു അന്ന് കണ്ടപ്പോ ഇഷ്ടം? വീടുകൾ, അങ്ങനെയുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവമാണ് കാണുന്നത് ഇഷ്ടം. പക്ഷെ വരച്ചിരിക്കുന്നത് നല്ല ഉഗ്രനൊരു പെൺകുട്ടിയാണല്ലോ. പെൺകുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്, എന്നെ നല്ല സ്റ്റൈലൈസ്ഡ് വരച്ചിട്ടുണ്ട് അല്ലെ? സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഓക്കെ, കൊള്ളാം. വേറെ എന്തൊക്കെ പടം വരച്ചിട്ടുണ്ട് മോള്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ കാണുന്ന കാർട്ടൂൺ ചാനലല്ലേ? കാർട്ടൂൺ ചാനൽ കാണുമ്പോൾ കാർട്ടൂൺ ചാനലിനകത്ത് അവരുടെ ഈ ആനിമേഷൻ അതൊക്കെയാണോ ഇഷ്ടം, അതോ അപ്പം അതിന്റെ ക്യാരക്ടർ മോള് നോക്കൂ? എന്താ ക്യാരക്ടേഴ്സ് ഭയങ്കര, അതിന്റെ ഓരോന്നിന്റെ വ്യത്യാസം അവർ കൊടുക്കുന്നത് ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഭാവിയിലേക്ക് അങ്ങനെ ഒരു ആനിമേഷൻ, ഈ കാർട്ടൂൺ ആനിമേഷനോടൊക്കെ ഒരു താല്പര്യമുണ്ടോ? അപ്പൊ അത് നല്ലൊരു വഴിയാണ്. അവിടെ ഇതിങ്ങനെയാണ് തുടങ്ങേണ്ടത് കേട്ടോ, ഇങ്ങനെ വരച്ചാണ് തുടങ്ങേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നല്ല മിടുക്കിയായിട്ട് പിന്നെ പോട്ടെ കേട്ടോ. അപ്പം അങ്ങനെ അടുത്ത ആളോട് നമുക്ക് ചോദിക്കാം. എന്താ മോളുടെ പേരെന്താ? സ്നേഹ. സ്നേഹം ആരോടൊക്കെ സ്നേഹമുണ്ട് കൂടുതലായിട്ട്? എല്ലാവരോടും സ്നേഹം തന്നെ. കൂടുതൽ സ്നേഹം ആരോടാ? അച്ഛനോടും അമ്മയോടും. ആരാളെ വേറെ വീട്ടിൽ? അനിയത്തിമാരുണ്ട്. രണ്ട് അനിയത്തിമാരുണ്ട്. വലിയ ചേച്ചിയപ്പോ. അപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചാൽ. ഇത് എന്താ മോളിങ്ങനെ വരയ്ക്കാൻ ഉള്ള ആഗ്രഹം മോളിനോട് പറഞ്ഞു വരപ്പിച്ചാണോ? ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയതാണ്. ഞാൻ കുഞ്ഞ് ഒരു 4 വയസ്സ് 5 വയസ്സായപ്പോ തൊട്ട് ഞാൻ വരയ്ക്കുന്നതാണ്. നല്ലപോലെ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു മാക്സിമം വരയ്ക്കുന്നതാണ്. ഇവിടെ വന്ന ഒത്തിരി പ്രയോജനമായോ? ഞാൻ വരയ്ക്കുന്നതിലും കൂടുതൽ എനിക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റി. ഇത് നല്ലപോലെ വരയ്ക്കാൻ സാധിച്ചു. എനിക്ക് ഇങ്ങനെ ഞാൻ ഒത്തിരി നന്നായിട്ട് വരയ്ക്കാറില്ല. ഇവിടെ വന്നേ പിന്നെയാണ് ഇച്ചിരി കൂടെ ഇംപ്രൂവ് ആയത്. ടെക്നിക് പറഞ്ഞു തന്നോ? മൊത്തം ടെക്നിക്ക് സാർ പറഞ്ഞു തന്നോ? അങ്ങനെയില്ല, ഇതിന് ടെക്നിക്സ് ഒക്കെ ഉണ്ട് അല്ലേ? കുറച്ച് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് പറ്റുന്ന ഭാവനയിലേക്ക് ചിലപ്പോൾ ചിലവർ എത്തിയില്ലെങ്കിൽ ഇതിന് കുറച്ച് ടെക്നിക്കുകളുണ്ടല്ലേ? ചെറിയ ബോക്സ് ഉണ്ടാക്കുക, ആ ബോക്സിനകത്ത് ഒരു ഭാഗം വരച്ച് കഴിയുമ്പോൾ അതിന് ഗ്രാഫ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ഒക്കെ പഠിച്ചില്ലേ? കൊള്ളാം. അപ്പൊ ഇനിയിപ്പോ എന്താ ഭാവിയിലേക്കുള്ള ഈ കലാപരമായ ആഗ്രഹങ്ങൾ? വേറെന്തൊക്കെ പെർഫോമൻസ് ഉണ്ട്? എനിക്ക്
എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഡ്രോയർ ആകണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കത് ഇഷ്ടമാണ്. അത് കാരണമാണ് ഇവിടെ പഠിക്കാൻ വന്നത് തന്നെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പാ ഇതെന്ത് വരെപ്പാ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഒക്കെയോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 7ലേക്ക്. ആണോ? 7ലേക്ക്? എത്ര ആളായി ഇനി ഇതോ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 4-5 ക്ലാസ് മുതൽ വരയ്ക്കുന്നു. മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഡ്രോയിങ്ങിനൊക്കെ പ്രൈസ് കിട്ടുന്നുണ്ടോ? ഇഷ്ടം പോലെ. ഏത് ക്ലാസ്സിലൊക്കെ കിട്ടി? എനിക്ക് 6ാം ക്ലാസ്സിൽ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം പാലായി വന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വരയ്ക്കാൻ കുറെ പോയിട്ടുണ്ട്, ചാവറയിലും. ഏത് എന്താ പേരെന്താ? ആൽബിൻ. ആൽബിൻ. ആൽബിൻ എന്നാ പേടിച്ചിരിക്കുന്നത്? പേടിയൊന്നുമില്ല. കുതിരയുടെ മുന്നിരിക്കും പേടിക്കണ്ടോ? അല്ല കുതിരയൊക്കെ വരഞ്ഞ. അപ്പൊ ഇപ്പൊ ഇതുപോലെ വരച്ചിട്ട് ഇപ്പൊ TV-യിൽ എന്ത് പ്രോഗ്രാം കാണാനാണ് കൂടുതൽ ഇഷ്ടം? ആനിമേഷൻ. ആനിമേഷൻ ഇതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആനിമേഷൻ ക്യാരക്ടർ? ഏതാ ക്യാരക്ടർ എന്ന് വെച്ചാ ബാറ്റ്മാൻ. ബാറ്റ്മാൻ വലിയ വരയൊന്നുമില്ല. അയാളെ ഇഷ്ടമാണ്. ഞാൻ കൊണ്ട് വര കൊണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെയില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഈ വര ഇങ്ങനെ തുടർന്ന് ആനിമേറ്റർ ആവാൻ വേണ്ടിയുള്ള ആഗ്രഹമാണോ അതൊരു ഇങ്ങനെ ഡ്രോയർ ആണോ? ഡ്രോയർ ആകാനാ താല്പര്യം. ഓക്കെ. ഡ്രോയർ ആയി കഴിഞ്ഞാല് നമുക്കുള്ള എന്തൊക്കെ ഫെസിലിറ്റികൾ ഉണ്ടെന്ന് സാർ പറഞ്ഞു തന്നോ? എന്താ വരയ്ക്കേണ്ട രീതികളും അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ സാറ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ചിത്രകഥകൾ വായിക്കാറുണ്ടോ? ചിത്രകഥകൾ വായിക്കാനാണോ താല്പര്യം? ആനിമേഷൻ മൂവീസ് കാണാനാണ് ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ആണോ? ഓക്കെ. അപ്പൊ ഇതായിരുന്നു കാരണം നമ്മൾക്ക് അറിയാമല്ലോ ഈ ക്യാരക്ടേഴ്സ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ദൈവങ്ങളുടെ പടങ്ങളില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു കലാകാരൻ അയാളുടെ മനസ്സിൽ തോന്നിയ പടമാണ്. അതായത് യഥാർത്ഥത്തിൽ രാമൻ ഇങ്ങനെയായിരുന്നോ, കൃഷ്ണൻ ഇങ്ങനെയായിരുന്നു എന്നോ, സരസ്വതി ഇങ്ങനെയായിരുന്നു എന്നോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ മനസ്സിലൊരു രൂപം മാത്രമാണ്. ആ രൂപം ഇങ്ങനെ കലാകാരന്മാരുണ്ടാക്കുന്ന രൂപമാണ്, ഭാവന സൃഷ്ടികളാണ്. അങ്ങനെ ഭാവന സൃഷ്ടി നമ്മുടെ മനസ്സിൽ ഭാവന ഉണ്ടായാൽ അത് വരച്ച് ഒന്ന് പുറത്തേക്ക് കാണിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില സ്കൂളുകൾ ഒക്കെ നമുക്ക് സഹായവും. അങ്ങനെയുള്ള സ്കൂളിലാണ് മിടുക്കൻ ചിരി. എന്ത് ഭംഗിയാന്ന് നോക്കിയുള്ള ചിരി പോലെ തന്നെ നല്ല വരെ. എന്താ പേരെന്താ? ജോർജിന്റെ വീട് എവിടെയാ? തിടനാടിലൊക്കെ ദൃശ്യ ചാനലില്ലേ? ഏത് പരിപാടിയാ കാണാറ് ദൃശ്യ ചാനലിൽ കൂടുതൽ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കാണും. ദൃശ്യ ചാനലിൽ കാർട്ടൂൺ എത്ര മണിക്കാ? ഞാൻ കാർട്ടൂൺ അങ്ങനെ കാണാറില്ല. കാർട്ടൂൺ കാണാറില്ലേ? അത് ആദ്യമാണല്ലോ. എന്ന് വരയ്ക്കാൻ ഇഷ്ടമാണ്. താനും വരയ്ക്കുകയും മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടോ? സ്കൂളിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ അങ്ങനത്തെ കേറിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം വരയ്ക്കണം, സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞാണോ അതോ ഇവൻ നമ്മുടെ ശല്യം കൊണ്ട്, ജോർജിന്റെ ശല്യം കൊണ്ട്? എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് തന്നെ. വെക്കേഷന് വീട്ടിൽ നിന്ന് അലമ്പുണ്ടാക്കുമ്പോ ഇവനൊന്ന് പോയി പഠിക്കാൻ ഒന്നുമില്ല? അങ്ങനെയൊന്നുമില്ല. അപ്പോ നീ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരയുടെ കൂടെ പെയിന്റിങ്ങിന് വേണ്ടിയുള്ള താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എല്ലാത്തിനും താല്പര്യം. ഡ്രോയിങ്. പിന്നെ എന്താ കലയുള്ളേ? പിന്നെ മേക്കിംഗ്, ഒരു ആർട്ട്, ഹാൻഡിക്രാഫ്റ്റ് അങ്ങനത്തെ എല്ലാം ചെയ്യാറുണ്ട്. അതൊരു താല്പര്യമുള്ള വിഷയമാണ്. അങ്ങനെയുള്ള കുട്ടികൾ വേണം. അപ്പൊ അതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എല്ലാവരും രാവിലെ റിമോട്ട് എടുത്ത് പിടിച്ച് പല്ല് തേക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നെക്കി അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി തുടക്കം. എനിക്ക് LKG ഇങ്ങനെ സ്ലേറ്റിൽ ഇങ്ങനെ വരച്ച് എല്ലാരും ഇങ്ങനെ വരയ്ക്കൂല, അപ്പൊ എനിക്ക് തുടങ്ങിയ ഇഷ്ടമാ. പിന്നെ ഇങ്ങനെ ബുക്കിലൊക്കെ വരയ്ക്കും. അച്ഛനും അമ്മയ്ക്കും അറിയാം എനിക്കിങ്ങനെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെ വരണം കേട്ടോ. ഇത് നല്ല നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന വലിയ കാര്യമാണ്. അതിന് വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു മാഷിനെ കിട്ടിയിട്ടുണ്ട്. പഴയ ചിരി മതിയാകുന്നില്ല. എന്താ ഈ സുന്ദരിക്കുട്ടിയുടെ പേര്? എന്തിനാ എപ്പോഴാ പല്ലിന് കമ്പിയൊക്കെ ഇട്ടെ? ഒരു 2 months ആയി.
എന്തിനാ എത്ര പെട്ടെന്നിട്ട്? പല്ലൊന്നും കുഴപ്പമില്ല, നല്ല സുന്ദരി കുട്ടി, ഒരു കുഴപ്പമില്ലായിരുന്നു. ആണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. ഓക്കെ. ഇത് എന്താ ഈ ക്യാരക്ടറിന് പേര്? പീലു? പീലു അല്ലോ. പീലു നമ്മുടെ പീലു എന്നല്ലേ? ഈ ഷേരു. ഷേരു അല്ലേ? ഷേരു ആണത്. ഷേരു 2 ഭാവമാണല്ലോ. ഇത് ഈ ഭാവം എങ്ങനെയാ മോൾ ഉണ്ടാക്കുന്നത്? ഇതിപ്പം ഒരെണ്ണം ഇങ്ങനെ ഇത് ഒരു പേടിച്ചിരിക്കുന്നൊരവസ്ഥ. ഇതങ്ങനെയല്ല, ഒരു കള്ളനോട്ടം അല്ലേ? അതെങ്ങനെ നിങ്ങൾ ഈ വരക്കകത്ത് ഭാവം ഉണ്ടാക്കാൻ എങ്ങനെയാ പഠിക്കുന്നത്? അതെങ്ങനെയാ ഇപ്പൊ ഇങ്ങനെ പഠിക്കുന്നു അങ്ങനെ വിചാരിക്കുമോ? നിങ്ങളത് അങ്ങനെ കാണണ്ടേ? അങ്ങനെ മനസ്സിൽ കണ്ടു വരച്ചാണോ? ഈ കോളങ്ങൾ എന്തിനാ ഉള്ളത്? ഓരോ പിക്ചേഴ്സിനും ഓരോ അളവുണ്ട്, അതനുസരിച്ച് വരച്ചാലേ മുഖമൊക്കെ. അനാട്ടമി അല്ലേ? അനാട്ടമിക്ക് ഞാൻ പറയാം. ഇപ്പൊ കാരിക്കേച്ചർ വരയ്ക്കുമ്പോൾ അനാട്ടമിയുടെ ആവശ്യമില്ല, ഉണ്ടോ? കാരിക്കേച്ചർ വയ്ക്കുമ്പോൾ അനാട്ടമിയുടെ ആവശ്യമില്ല. അവിടെ ഉണ്ട് നമുക്ക് എന്താണ് ഭാവം ഉണ്ടാക്കണം. കാരിക്കേച്ചർ വരച്ചു നോക്കിയിട്ടുണ്ടോ? പക്ഷെ ഈ വര കണ്ടിട്ട് മോൾ എവിടെയൊക്കെ മത്സരിച്ച് സമ്മാനം കിട്ടുന്നുണ്ടോ? മത്സരിച്ചില്ലേ? വീട്ടിലാരാ ഇങ്ങനെയുള്ള കഴിവുള്ള വേറെ? എന്റെ അനിയനും അനിയത്തിയായിരിക്കും. ഇത് അനിയത്തി, അത് അനിയൻ. 3 പേരും കൂടി പറഞ്ഞു വിട്ടേക്കുവാ. എന്താ അച്ഛനെന്താ പരിപാടി? അച്ഛൻ പെട്രോൾ പമ്പ് നടത്താണ്. പറഞ്ഞായിരുന്നു. പെട്രോൾ പമ്പ് ഇവിടെ തിടനാട്. വെരി ഗുഡ്. അച്ഛൻ വരകാരനാണോ? ഇല്ല, അച്ഛന് ഞങ്ങള് വരയ്ക്കണം. ഭിത്തി ഏതൊക്കെ ഭിത്തി നിങ്ങൾ കൊളവാക്കിയിട്ടുണ്ട് വീട്ടില്? നിങ്ങൾ 3 പേര് ഇങ്ങനെ ഒരു കലാത്തൊഴിലാളികളായി കഴിഞ്ഞാൽ, ഈ വരകാരായി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇതിന്റെ ഭാവം ബാക്കി വരണല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ബോർഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എല്ലാവിധ സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ പ്രശ്നമായിട്ട് പോയിട്ടല്ല, വരയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിൽ പോകുന്ന, വരയ്ക്കാൻ താല്പര്യമായിട്ട് പോകുന്ന. അമ്മ എന്ത് ചെയ്യുക? അമ്മ ഹൗസ് വൈഫാണ്. അമ്മയ്ക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടോ? അമ്മ അത്യാവശ്യം വരയ്ക്കും. നിങ്ങൾ ആരാ നല്ലപോലെ പാട്ട് പാടുന്നത്? റോസു പാടും. നമുക്ക് എന്തെങ്കിലും രസം പാടും. ഈശോപ്പാട്ട് ഏതും പാട്ടല്ലേ? പാട്ടെല്ലാം പാട്ടല്ലേ? കരളിലൂറുമെന്നൊമ്പരം അറിയുമോ യേശുനായക, ഇരുളു മൂടിയ വഴികളിൽ നിൻ നിഴലു കാണാനായി കാത്തു കാത്തിരിപ്പൂ കരളിലൂറുമെന്നൊമ്പരം അറിയുമോ യേശുനായക, ഇരുളു മൂടിയ വഴികളിൽ നിൻ നിഴലു കാണാനായി കാത്തു കാത്തിരിപ്പൂ പാട്ട് പഠിക്കാൻ പോയില്ല? പാട്ട് പഠിക്കുന്നുണ്ട്. എവിടെയാ പഠിക്കുന്നത്? വീട്ടിൽ തന്നെ വന്ന് പഠിക്കും. ആരാ പഠിപ്പിക്കുന്നത്? സാറിന്റെ പേര്. നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്നുള്ളൂ? റോസിനെ മാത്രം പഠിപ്പിക്കുന്നുള്ളൂ? അല്ല, ഇവര് ഓർഗൻ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പാട്ട് ഇത് കളയരുത് കേട്ടോ, നല്ല കഴിവാ കേട്ടോ, പഠിച്ചു പഠിക്കാം. സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള. പിന്നെ സമ്മാനം കിട്ടാതിരിക്കുമല്ലേ? നല്ല പാട്ട് പാടി സമ്മാനം കിട്ടാതിരിക്കുമോ? അപ്പൊ അതുകൊണ്ട് ഇനി പാടിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ക്യാമറയോട് വരുന്ന കുഞ്ഞിന് വലിയൊരു സമ്മാനം കിട്ടി, നല്ല മിടുക്കിയായി വലിയ പാട്ടുകാരെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഗാനമേള സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ റോസു എന്ന് വിളിക്കും ഞങ്ങള് കേട്ടോ. ഓക്കെ. ഗോപിയെ എങ്ങനെ ഗോപികയുടെ പേര് ഞാൻ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? വന്നപ്പോഴേ ഞാനിങ്ങനെ ഗോപികയുടെ മുഖം കണ്ടപ്പോഴേ ചോദിച്ചായിരുന്നു, ഗോപിക നല്ല പേരെന്ന്. എന്താ വീട്ടിലാർക്കുണ്ട്? അച്ഛനമ്മ. നിങ്ങൾ എത്ര മക്കളാ? ഒറ്റ ഒരാള്. അമ്മേ, ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പൊ മൊത്തം കൊഞ്ചിച്ചങ്ങ് മോള് പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരും അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞാണോ? അങ്ങനെ മോള് പറഞ്ഞാണോ എനിക്ക് വരയ്ക്കാൻ പോണെന്ന് പറഞ്ഞ വിട്ടാണോ? എന്ന് പോലെ വരയ്ക്കാൻ തുടങ്ങി? എത്ര നാളെ? കുഞ്ഞിലെന്ന് പറഞ്ഞാൽ 1 വയസ്സായ വരച്ചു തുടങ്ങിയോ? LKG മുതൽ വരയ്ക്കാൻ തുടങ്ങി. അന്ന് പെൻസിൽ ഡ്രോയിങ് ആണോ പെയിന്റിംഗ് ആണോ എന്തായിരുന്നു ചെയ്തത്? പെയിന്റിംഗ് ചെയ്തിട്ടുണ്ടോ? വരച്ച പടങ്ങൾക്ക് എന്തെങ്കിലും നിറം കൊടുത്തിട്ടുണ്ടോ? ക്രയോൺ കൊണ്ടുണ്ടോ? നമ്മൾ വരച്ചിട്ട് തന്നെ കൊടുക്കും? അതോ മറ്റേ വീക്കിലിയിലൊക്കെ വരുന്ന ഇതിനടുത്ത് വരച്ചിട്ട് കളർ ചെയ്യും? ഓക്കെ. അപ്പോൾ ഇപ്പൊ ഇതിനോടുള്ള നല്ല താല്പര്യമാണോ? പടം വരയ്ക്കാനാണോ, പാട്ടാണോ, വരയാണോ? എന്താ കൂടുതൽ ഇഷ്ടം?
പടം വരയ്ക്കാൻ. പടം വരെയാണ്. അച്ഛൻ അമ്മ ആരാ വരയ്ക്കുന്നത്? അമ്മ. അമ്മ വരയ്ക്കുന്നല്ലേ? അമ്മ വരച്ച പെയിന്റിംഗ് ഒക്കെ വീട്ടിലിങ്ങനെ തൂക്കിയിട്ടുണ്ടോ? അങ്ങനെയല്ല, അമ്മ എനിക്ക് വരച്ചു തരാറുണ്ട്. വരച്ചു തരാറുണ്ട്. ഓക്കെ. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള കഴിവുകൾക്കാണ് ഇവരിവിടെ എത്തിയത്. അപ്പോൾ മനുപ്രതാപന് കിട്ടിയ സ്റ്റുഡൻസ് അങ്ങനെ തന്നെ അവർ വളരെ അവരുടെ ആഗ്രഹത്തോടു കൂടിയല്ലാതെ ഒരു കലയ്ക്കും ആരെങ്കിലും ഉന്തിത്തള്ളിയാൽ എത്തുന്ന ഒരു മേഖലയല്ല. ആഗ്രഹത്തെ പരിപോഷിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിൽക്കുന്നു. ഇതുപോലുള്ള നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. വംശനാശം എന്ന് പറഞ്ഞാൽ ഇത്തരം കലാരൂപങ്ങളൊക്കെ ഇപ്പം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്യം നിൽക്കുന്ന കലയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നടത്തുന്ന ഈ ശ്രമങ്ങളെ നമുക്ക് ഒരിക്കലും പുറത്തായിരിക്കാനാവില്ല. അവിടെ ഇരിക്കുന്ന അങ്ങേറ്റത്തെ ഒരാളുണ്ട്, ഒന്ന് ചോദിക്കട്ടെ, എന്താ പേരെന്താ? ബോബി ഭാസ്കർ ദാസ്. ബോബി ഭാസ്കർ ദാസ് എന്താ ചെയ്യുന്നത്? 12th പാസ്സാണ്. 12th പാസ്സാണ്. 12th പാസ് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തുകാരനല്ലേ ആള്? അതെ മലയാളം. അതെ ബോംബെയിലായിരുന്നു. ഭാഷയ്ക്ക് ഇപ്പം ഇവിടെ വന്ന് ഇങ്ങനെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് വേണ്ടി വന്നാണോ? അതെ കമ്പ്യൂട്ടർ ക്ലാസ് ആണ്. കമ്പ്യൂട്ടർ ക്ലാസ്. അതെ, കമ്പ്യൂട്ടർ ക്ലാസ്സിന് വേണ്ടിയാ. ഓക്കെ. ഡ്രോയിങ്ങിന് വേണ്ടിയാ. ഓക്കെ. തന്റെ ജീവിതകാലം ഒരു കലോപാസകനായി അല്ലെ കലാപ്രവർത്തകനായി ജീവിക്കുക, വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ ജീവിതം എഴുതി ചേർത്തു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം അത് പകർന്നു നൽകുകയാണ് ഇവിടെ. എല്ലാം നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞു, അന്യം നിൽക്കുന്ന ഈ കലാരൂപങ്ങൾ ഇതൊക്കെ പല ആൾക്കാരും മടിക്കുന്ന കലാരൂപങ്ങളാണ്. ഇങ്ങനെയുള്ള പെൻസിൽ ഡ്രോയിങ് ആണ് നമ്മുടെ ഒരു മനസ്സിലേക്ക് ആദ്യം ഭാവനയുടെ വർണ്ണങ്ങൾ വിരിയിക്കാൻ. ഈ ഡ്രോയിങ് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു സംഭവമാവില്ല. അപ്പോൾ അങ്ങയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ പോലെ മുന്നോട്ടുമാവട്ടെ. പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഈ ആവേശം വീണ്ടും വീണ്ടും അദ്ദേഹം മനസ്സിൽ നിറയട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി. താങ്ക് യു സോ മച്ച്. നിശബ്ദ പ്രകടനങ്ങളാണ് വരകൾ, അല്ലെ? നിശബ്ദമായി നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെയുള്ള നിശബ്ദ കലാരൂപങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് അവർ ഈ കലാരൂപം മനസ്സിലേറ്റി അല്ലെ ജീവിതം ചുമലിലേറ്റി നടക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായതിൽ
വളരെയധികം സന്തോഷിക്കുന്നു. നമ്മുടെ നല്ല നാടിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.